കായംകുളത്ത് MDMA-യുമായി 2 യുവാക്കളെ പിടികൂടിയ സംഭവത്തിൽ പോലീസ് തുടരന്വേഷണം ഊർജിതമാക്കി. മൈനാഗപ്പള്ളി സ്വദേശി ആകാശ്, പോരുവഴി സ്വദേശി റീഗൽ രാജ് എന്നിവരെയാണ് ആലപ്പുഴ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും കായംകുളം പോലീസും ചേർന്ന് 21 ഗ്രാം MDMA-യുമായി കഴിഞ്ഞ ദിവസം പിടികൂടിയത്. കായംകുളത്ത് 21 ഗ്രാം MDMA-യുമായി 2 യുവാക്കളെ പിടികൂടിയ സംഭവത്തിൽ പോലീസ് തുടരന്വേഷണം ഊർജിതമാക്കി. കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി ചരിവിളക്കിഴക്കതിൽ ആകാശ്, കൊല്ലം ജില്ലയിലെ പോരുവഴി പുല്ലമ്പള്ളി വീട്ടിൽ റീഗൽ രാജ് എന്നിവരെയാണ് ആലപ്പുഴ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും കായംകുളം പോലീസും ചേർന്ന് MDMA-യുമായി കായംകുളത്ത് വെച്ച് പിടികൂടിയത്. ബംഗളൂരിൽ നിന്നും MDMA വിൽപ്പനയ്ക്കായി കൊണ്ടുവരുന്നുവെന്ന രഹസ്യവിവരത്തെ തുടർന്ന് കായംകുളം കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് യുവാക്കൾ പിടിയിലായത്. ആലപ്പുഴ ജില്ലയിലെയും സമീപ ജില്ലകളിലെയും ലഹരി വിൽപ്പനക്കാരെ നിരീക്ഷിച്ചതിന്റെ ഫലമായാണ് ഇരുവരെയും ലഹരി വസ്തുക്കളുമായി പിടികൂടുവാൻ സാധിച്ചതെന്ന് പോലീസ് പറഞ്ഞു. DGP നേതൃത്വം നൽകുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം നാർക്കോട്ടിക് സെൽ DYSP B പങ്കജാക്ഷന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും കായംകുളം DYSP ബാബുക്കുട്ടന്റെ നേതൃത്വത്തിൽ കായംകുളം SI രതീഷ് ബാബു, SI ആനന്ദ്, പോലീസ് ഉദ്യോഗസ്ഥരായ രതീഷ് കുമാർ, റെജി, സഞ്ജീവ് കുമാർ, അൻഷാദ്, സബീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് ജില്ലയിലുടനീളം ശക്തമായ പരിശോധനകളാണ് നടത്തിവരുന്നതെന്നും പോലീസ് പറഞ്ഞു. ജില്ലയിലേക്ക് കടത്തിക്കൊണ്ടുവരുന്ന മയക്കുമരുന്നുകൾ കണ്ടെത്തുന്നതിനും അത് പിടികൂടുന്നതിനുമായി നാർക്കോട്ടിക് സെൽ DYSPയുടെ നേതൃത്വത്തിൽ ഓരോ പോലീസ് സ്റ്റേഷനിലും പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിച്ച് ശക്തമായ നിരീക്ഷണവും പ്രവർത്തനവുമാണ് നടത്തിവരുന്നതെന്നും പോലീസ് പറഞ്ഞു. ലഹരി ഉപയോഗിക്കുന്നവരെയും വിൽക്കുന്നവരെയും കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞു. കായംകുളത്തെത്തിയ MDMA-യുടെ സ്രോതസ്സുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് പ്രധാനമായും ഇപ്പോൾ നടത്തുന്നത്. CDNet ന്യൂസ്, കായംകുളം.